ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് തിരുവചനം ധ്യാനിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കൊലൂസ്യ ലേഖനമാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർമാനമായിട്ട് പ്രതിവാക്യമായിട്ട് ഈ തിരുവചനം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിതമായ നിലയിൽ ഈ തിരുവചന ധ്യാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഈ തിരുവചനം ഓരോരുത്തരുടെയും ജീവിതത്തിന്, പഠിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തിനും കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനും വളരെ അനുഗ്രഹമായ നിലയിലായി തീരുവാൻ സ്വർഗം ഇടയാക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ലൈനിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഡിവൈസുകൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനം ശ്രദ്ധിപ്പാൻ ആമേൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമുക്ക് ഒത്തുചേർന്ന് ഈ തിരുവചനം പഠിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽ വേളയെങ്കില് കൊലൂസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അതിന്റെ 3-ാം അധ്യായം 8-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. 7 വാക്യം വരെയും അനുഗ്രഹമായ നിലയിൽ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഈ ദൂരത്തും ചാരത്തുമായിരുന്ന പല മീഡിയകളിൽ കൂടി ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം ഇതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കും മുൻപായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുവചന പഠനം അനുഗ്രഹമായി മാറുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരിലേക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം. അവരും ഈ തിരുവചനം പഠിക്കുവാനും ദൈവാത്മാവിന്റെ മർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കാരണമാക്കണം. ഈ പകൽക്കാലത്തെങ്കിൽ അവനവന് കിട്ടുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകുന്നുവല്ലോ ഈ തിരുവചനം പഠിപ്പിക്കുന്നത്. ആകയാൽ എനിക്ക് കിട്ടിയ കൃപയ്ക്ക് ഒത്തവണ്ണം ഞാനിത് പഠിപ്പിക്കുമ്പോൾ തിരുവചനത്തിന്റെ അനുസൃതമാവണ്ണം ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. കൊലൂസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വേദഭാഗം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ അവയവങ്ങളെ മരിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിരോധമായി നിർത്തിയിരിക്കുന്ന സകല കാര്യങ്ങളെയും നാം മരിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിപ്പിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചത്. മരിപ്പിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മരിപ്പിക്കേണ്ട 5 കാര്യങ്ങൾ. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്: ദുർനടപ്പ്, അശുദ്ധി, ദുരാഗ്രഹം, കാമം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഈ 5 കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഭൗമിക സ്വഭാവങ്ങളെ നിഗ്രഹിക്കുവീൻ, അതിനെ കൊന്നുകളയുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ വിട്ടുകളയണമെന്നുള്ളതാണ്. ഏതൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചു. കോപം, ക്രോധം, പക, പരദൂഷണം, അസഭ്യ സംസാരം. ഈ 5 കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണമെന്നുള്ളതാണ്. ഇനി 12-ാം വാക്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ധരിക്കേണ്ട 5 കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾ അവിടേക്ക് വന്നില്ല എങ്കിലും ഞാൻ അത് കൂട്ടത്തിലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, ഈ 5 കാര്യങ്ങൾ നമ്മൾ ധരിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് 5-ാം വാക്യത്തിൽ നാം വായിച്ചു മരിപ്പിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചു വിട്ടുകളയേണ്ട കാര്യങ്ങൾ. ഇനി 12-ാം വാക്യത്തിൽ നമ്മൾ ധരിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ ചിന്താവിഷയം നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ദുസ്വഭാവങ്ങളാണ്. അപ്പോൾ വിശ്വാസികൾ തങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണല്ലേ. അതുകൊണ്ട് ആത്മനിയന്ത്രണം പാലിച്ചേ മതിയാകൂ. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക, പലപ്പോഴും തിരുവചനത്തിനധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുവാൻ ഇടയാകരുത്. പലപ്പോഴും നാം ഇവിടെ ആദ്യം വായിച്ച കോപം എന്ന പദം എടുത്തു നോക്കിയാൽ
ഈ കോപമില്ലാത്തവരായ ഒരു വ്യക്തി പോലും ലോകത്തിലില്ല. കോപം ആമേൻ പാപത്തിന് വഴിതെളിക്കുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് സൂര്യൻ അസ്തമിക്കും വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങളിലാണ് ഇത് കാണുന്നത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. കോപിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. കോപിച്ചാൽ നമ്മുടെ കോപം എപ്പോൾ വരെ വെക്കാം? സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ. അതിനുശേഷം പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോപം എന്ന ശാപം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. സൂര്യൻ അസ്തമിക്കുവോളം ഈ കോപം വെച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഈ കോപം അപകടകരമായി തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഈ കോപത്തെ അടക്കി ഭരിക്കുവാൻ കഴിയാതെ വരുന്ന ചില അനുഭവങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും കോപം വരുന്നത് മതിയായ കാരണങ്ങൾ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാതെ നമ്മൾ കോപിക്കുമ്പോഴാണ് നമുക്ക് കോപം വർദ്ധിച്ചു വരുന്നത്. മതിയായ കാരണങ്ങൾ കൂടാതെ കോപിക്കുമ്പോൾ ഈ കോപം പാപത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. രണ്ടാമതായിട്ട് അത്യാവശ്യത്തിനപ്പുറം കോപിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കോപിക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അതിനപ്പുറമായി നമ്മളിലേക്ക് കോപം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? കോപം ഹല്ലേലൂയ പാപത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. മൂന്നാമതായിട്ട് ദോഷകൃത്യങ്ങളെക്കാൾ ദോഷം ചെയ്ത ആളിനോട് അമർഷം ഉണ്ടാകുമ്പോഴാണ് ആമേൻ നമുക്ക് കോപം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് പശ്ചാത്താപമില്ല. ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ സമ്മതിക്കാതെ മറ്റുള്ളവരുടെ തെറ്റാണ്, അവരാണ് കാരണക്കാരെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി അവരോടുള്ള അമർഷം വർദ്ധിച്ചു വരുമ്പോൾ എന്തുണ്ടാകുകയാണ്? കോപം നമ്മളിൽ വർദ്ധിക്കുകയാണ്. നാലാമതായിട്ട് പ്രതികാര മനോഭാവം നമ്മളിൽ ഉരുത്തിരിയുമ്പോൾ കോപം വർദ്ധിക്കുകയാണ്. ഒരു വ്യക്തിയോട് പ്രതികാരം വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ കോപം കൂടുകയാ. അഞ്ചാമതായിട്ട് പ്രശ്ന പരിഹാരം തേടുവാനുള്ള സന്നദ്ധത ഇല്ലാതാകുമ്പോൾ ഈ കോപം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആമേൻ, പ്രശ്നത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നറിയാം. എന്നാൽ ഈ കോപം എന്ന ശാപം നമ്മെ ഹല്ലേലൂയ തളം കെട്ടി നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മയാക്കുവാൻ ശ്രമിക്കുമ്പോൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് ദൈവമക്കളെ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുവാൻ ഹല്ലേലൂയ അതിനുശേഷം കോപം നമ്മുടെ മേൽ ആമേൻ വാഴുവാൻ ഇടയാകരുത്. എപ്പോഴും ഈ കോപം നമ്മളെ ആമേൻ വളരെ പ്രതികൂലത്തിൽ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും കോപമുണ്ട്. എന്നാൽ കോപത്തെ അതിജീവിക്കുവാൻ ഈ കോപം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നാതെ അതിനെ നശിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ പോരിൽ നിന്ന് ജയമെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. പലപ്പോഴും കോപത്തിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും ആമീൻ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഞാന് അതിന് പറയാം, കോപം എന്ന വാക്കൊന്ന് ഇംഗ്ലീഷിൽ എടുത്താട്ടെ. ആമീൻ ആങ്കർ എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. ANGER ആങ്കർ. ഹല്ലേലൂയ കോപം. ഈ പദത്തോട് ഡി എന്ന ആ ഇംഗ്ലീഷ് അക്ഷരം അതിന്റെ മുൻപിൽ ഒന്ന് ചേർത്ത് നോക്കിക്കേ. ആങ്കർ എന്നുള്ള വാക്കിനോട് മുൻപിൽ നാം ഡി എന്ന വാക്ക് ചേർക്കുമ്പോൾ അത് ഡേഞ്ചർ എന്ന വാക്കിലേക്ക് മാറുവാനിടയാകും. അതിന്റെ അർത്ഥം മാറിപ്പോകും. അതെ, ഡേഞ്ചർ എന്നാൽ അപകടം എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അത് അമിതമായ കോപം വളരെ അപകടത്തിലേക്ക് വഴിതെളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, ഈ കോപത്തിന് പാത്രീഭൂതരായി തീർന്നിരിക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പലപ്പോഴും തെറ്റിക്കുവാൻ ആമേൻ തന്ത്രങ്ങളുമായി വരുന്ന ആമേൻ ദുഷ്ട പിശാചിന്റെ മുൻപിൽ ആത്മനിയന്ത്രണം പാലിച്ച് വിശുദ്ധ ജീവിതത്തിനുടമകളായി മാറുവാൻ ഇടയാകണം. പലപ്പോഴും മനുഷ്യനിൽ സന്തുഷ്ട വികാരങ്ങളും
അസന്തുഷ്ടികളും നിറഞ്ഞ സമ്മിശ്രമായ ജീവിതമാണ്. സന്തോഷവും സംതൃപ്തിയും പ്രത്യാശയും സ്നേഹവും ധൈര്യവും ക്ഷമയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സന്തുഷ്ട വികാരങ്ങൾ ആയി വെളിപ്പെടുമ്പോൾ അത് മനുഷ്യനെ ആരോഗ്യവാനും ദീർഘായുസ്സുള്ളവനുമാക്കി തീർക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ സന്തുഷ്ട വികാരങ്ങൾ ഒരു മനുഷ്യന് ആയുസ് നീട്ടിക്കൊടുക്കുന്നുവെങ്കിൽ കോപവും ക്രോധവും ഈർഷ്യയും ദൂഷണവും ദുർഭാഷണവും മത്സരവും സ്വാർത്ഥതയും ഇവയെല്ലാം അസന്തുഷ്ടി ഉളവാക്കുന്ന സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളെല്ലാം ഒരു മനുഷ്യനെ നശിപ്പിക്കുകയും അവനെ രോഗിയാക്കി മാറ്റുകയും ചെയ്യുകയാണ്. പല രോഗങ്ങൾക്ക് മുൻപിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയി തലവേദനയാണെന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും CT സ്കാൻ ചെയ്യാറുണ്ട്. അവിടെ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയും. പലപ്പോഴും ശരീരത്തിൽ പല ഉദരവേദനയാൽ ഭാരപ്പെട്ടിട്ട് കൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും. ഡോക്ടർ പറയും ഒരു കുഴപ്പവുമില്ല, അൾസർ ആണെന്ന് പറയും. ഇതൊക്കെ കോപത്തിൽ നുരിത്തിരിയുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല രോഗങ്ങളും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അസന്തുഷ്ടിയാൽ നിറയുമ്പോൾ അസന്തുഷ്ടമായ ജീവിതം പലപ്പോഴും നമ്മെ രോഗികളാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം എന്ത് ചെയ്യണം? ഒരിക്കലും കോപിക്കരുതേ എന്നല്ല, ഒരിക്കലും കോപിക്കാത്ത മനുഷ്യരും ഭൂമിയിൽ ഇല്ല. എന്നാൽ ഇഷ്ടമില്ലാതെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അർഹിക്കുന്ന മാന്യതയും പദവിയും ലഭിക്കാതെ വരുമ്പോഴും മനുഷ്യൻ കോപിച്ചു പോകുകയാണ്. അവർക്ക് നിരാശയും അഹങ്കാരവും ഉണ്ടാകുമ്പോൾ അവർ കോപത്തെ ഇളക്കി വിടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ ദിവസങ്ങളിൽ അതിന്റെ മേൽ ജയമെടുക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ഡോക്ടർ സിൻഡിലർ എന്ന ഒരു ഗവേഷകൻ ഈ കോപത്തെ സംബന്ധിച്ച് തന്റെ ഗവേഷണത്തിൽ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരം പറയുന്നത് താന് കോപിക്കുമ്പോൾ മനുഷ്യന്റെ രക്തം വേഗം കട്ടിയാകുകയാണ്. ആ അവസരത്തിൽ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ രക്തം പെട്ടെന്ന് എന്ത് ചെയ്യും? ഉറഞ്ഞു പോകും അഥവാ കട്ടി പിടിക്കും. രക്തത്തിൽ ജീവാണുക്കളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കും. അപ്പോൾ ഒരു ഘന മില്ലിമീറ്റർ രക്തത്തിൽ 5 ലക്ഷം ജീവാണുക്കൾ ഒരാൾ കോപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈ വർധനവ് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. അതാണ് അദ്ദേഹം പിന്നെയും പറഞ്ഞിരിക്കുന്നത്. ആമാശയത്തിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തനരഹിതമാകുകയും ചെയ്യും. പിന്നീട് തീരാത്ത വയറുവേദന ഉണ്ടാകുവാൻ അത് കാരണമാകും. ഹല്ലേലൂയ. മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കോപിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് 108-ൽ നിന്നും അത് 220 ഉയർന്നു വരികയാണ്. കൂടാതെ രക്തസമ്മർദ്ദം 130-ൽ നിന്നും 230-ലേക്ക് അത് ഉയരുകയാണ്. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. മാത്രമല്ല പിന്നെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കോപം ഹൃദയഭിത്തികളെ തകർക്കുന്നു. പലപ്പോഴും അത് നമ്മുടെ ഹൃദയരോഗത്തിന് കാരണമായി തീരുകയാണ്. അറ്റാക്കിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക്. മനസ്സിലായോ? കോപം കൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽവേള പരിശുദ്ധാത്മാവ് പറയുക, ഈ കോപത്തെ ജയിക്കുവാൻ അസന്തുഷ്ടി നിറഞ്ഞ ലോകത്ത് നിന്ന് സന്തുഷ്ട വികാരങ്ങളെ സ്നേഹവും സന്തോഷവും സമാധാനവും ധൈര്യവും ക്ഷമയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളാൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. നമ്മൾ ഈ ലോകത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. ഇന്ന് കോപത്താൽ ജനം വലയുക. എത്ര പ്രശ്നങ്ങളാ കോപത്താൽ ഉണ്ടായത്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വേദഭാഗത്തേക്ക് കടന്നു വന്നാൽ അവിടെ
അനുജന് വിരോധമായി ഒരു ജ്യേഷ്ഠൻ എഴുന്നേൽക്കുകയും അനുജനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇന്ന് പത്രമാധ്യമം വഴി അനേക കൊലപാതകങ്ങൾ, മകൻ അമ്മയെ കൊന്നു, അനുജൻ ജ്യേഷ്ഠനെ കൊന്നു, പിതാവ് മകനെ കൊന്നു, എത്രയോ വർത്തമാനങ്ങൾ വാർത്താമാധ്യമം ദ്വാരാ നാം കേൾക്കുന്നു. ഇതേ ഇന്ന് തുടങ്ങിയതല്ല, ഇത് പണ്ടേ കാലത്തുണ്ട്. അതാണ് വേദപുസ്തകത്തിൽ ഇത് കാണുവാനായിട്ട് കഴിയുന്നത്. ആരെങ്കിലും ഒരാൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വേദഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയ്യിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നറേ യഹോവ കയ്യിനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യഹോവ കയ്യിനോട് ചോദിക്കുകയാണ്, നിന്റെ മുഖം വാടുന്നത് എന്ത്? എന്താണ് കാരണം? കായീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. അതാണ് അവന്റെ മുഖം വാടുവാൻ കാര്യം. ഇത് നമുക്കും ഒക്കെ അങ്ങനെ അല്ലെ? നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദം തോന്നാതെ മനുഷ്യരുടെ മുൻപിൽ പലപ്പോഴും നമുക്ക് സന്തോഷിപ്പിക്കുവാനുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, കായീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അതുകൊണ്ട് കായീന് വളരെയധികം കോപമുണ്ടായി, അവന്റെ മുഖം വാടുവാനിടയായി. സ്തോത്രം. സന്തോഷം കെട്ടുപോകുമ്പോൾ മുഖം വാടും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? യഹോവ കായീനോട് പറഞ്ഞു, നീ കോപിക്കുന്നത് എന്തിനാ? എന്തുകൊണ്ടാ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നത്? നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലായിരുന്നോ? നല്ലത് ചെയ്യുന്നില്ല എങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കേണമെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മെ കോപിപ്പിക്കുന്ന സംഗതികൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. നമ്മെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരും. അവിടെ അവസാനമായി സംഭവിച്ചത് എന്താണ്? ദൈവം ഹാബേലിനും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. അപ്പോൾ അവനത് ഇഷ്ടമായി തോന്നിയില്ല. കായീൻ എന്ത് ചെയ്തു? അവനത് ഇഷ്ടമായി തോന്നാതെ കൊണ്ട് അവൻ എന്ത് ചെയ്തു? വയലിലായിരുന്നപ്പോൾ ഹല്ലേലൂയ തന്റെ അനുജനായ ഹാബേലിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇന്ന് പത്രങ്ങളിലും ഇതൊക്കെയാ കാണുന്നത്. അന്ന് പത്രങ്ങളില്ലായിരുന്നു കാണാൻ. പക്ഷെ സ്വർഗം അത് കണ്ടു. നാം എന്ത് ചെയ്താലും ഭൂമിയിൽ റെക്കോർഡിംഗ് ഇല്ല, സ്വർഗത്തിൽ റെക്കോർഡിംഗ് ഉണ്ട്. ഭൂമിയിൽ എന്ത് ചെയ്താലും അത് റെക്കോർഡ് ചെയ്ത് ദൈവം തമ്പുരാൻ വെക്കും. ഒരു കാലത്ത് ഈ സത്യം പുറത്തു വരും. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥയോടെ പറയട്ടെ, ഭയത്തോടെ ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടണം. ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ പെരയ്ക്കകത്തിരുന്ന് ചെയ്യുന്നത് ഒരിക്കൽ പുരമുകളിൽ ഘോഷിക്കുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇനി വേറൊരിടത്ത് നമുക്ക് വായിക്കാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ, 15-ാം അധ്യായം അതിന്റെ 27-28 വാക്യം വായിക്കുമ്പോൾ ഒരു മൂത്തവൻ ഇളയവനോട് വളരെ പ്രശ്നകലുഷിതമായ അനുഭവത്തിലൂടെ ഇടപെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 15-ാം അധ്യായം അതിന്റെ 27-28 വാക്യം. അവനോട്, നിന്റെ സഹോദരൻ വന്ന് നിന്റെ അപ്പൻ അവന് സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവൻ കോപിച്ചു. എന്തിനാ? കാണാതെ പോയ സഹോദരൻ തിരിച്ചു വന്നു. അപ്പൻ അത് വളരെ സന്തോഷത്തോടെ ആ പുത്രനെ സ്വീകരിച്ചിട്ട് ദാസന്മാരെ വിളിച്ചിട്ട് മേൽത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിച്ച് അവന്റെ വിരലിൽ മോതിരം കൊടുത്തു, കാലിന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് തടിച്ച കാളയെ കൊണ്ടുവന്ന് അറുത്ത് നമുക്ക് ഭക്ഷിക്കാം, ആനന്ദിക്കാം, എനിക്ക് നഷ്ടമായവൻ മടക്കി കിട്ടിയല്ലോ, അവൻ ജീവിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച ഒരു പിതാവിന്റെ സന്തോഷത്തിൽ, ഒരനുജന്റെ മടങ്ങി വരവിൽ സന്തോഷം കാണിപ്പാൻ കഴിയാതെയായ ഒരു മൂത്ത മകന്റെ അനുഭവമാ അവിടെ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ ദാസന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട്, മൂത്തവൻ വയലിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോ അവിടെ നൃത്തങ്ങളും ഘോഷങ്ങളും ഒക്കെ വീടിനോട് അടുത്തപ്പോ കേട്ടു. ഇതെന്താണെന്ന് ദാസന്മാരിൽ ഒരുവനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ ദാസൻ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നു, അവനെ ആപത്ത് കൂടാതെ സൗഖ്യത്തോടെ തിരികെ ലഭിച്ചത് കൊണ്ട് നിന്റെ അപ്പൻ തടിച്ച കാളക്കുട്ടിയെ അറുത്ത്
എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തുണ്ടായി? സന്തോഷമല്ല ഉണ്ടായത്, മറിച്ച് കോപമുണ്ടായി. കോപം. ഹാലലുയ്യ. ആമേൻ. നല്ല കാര്യത്തിന് കോപം. ഹാലലുയ്യ. നല്ല ഹൃദയമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ കോപം ഇങ്ങനെ ഉണ്ടാകുന്നത്. സന്തുഷ്ട ഹൃദയത്തിന് കോപം ഉണ്ടാകത്തില്ല. അപ്പം ആ സന്തുഷ്ട ഹൃദയത്തിന് പകരം ഹാലലുയ്യ ആ മൂത്ത മകൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദുഷ്ടഹൃദയമായിരുന്നെന്ന് വിശ്വസിക്കാം. അവൻ അപ്പനെ പ്രസാദിപ്പിക്കേണ്ടതിന് അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മനുഷ്യരുടെ പേരിനും പെരുമയ്ക്കും വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഹാലലുയ്യ. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ആമേൻ. ഇന്ന് പകൽ വേള ഈ മൂത്തവൻ ഇളയവനോട് ഒരു സ്നേഹവും പ്രകടിപ്പിച്ചില്ല. അതിന്റെ 28 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാ: അപ്പോൾ അവൻ കോപിച്ചു, അവനകത്ത് കടക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. കൂട്ടത്തിൽ വന്ന് അപ്പനോട് ചേർന്നും സഹോദരനോട് ചേർന്നും സന്തോഷിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവന്റെ ഹൃദയം മുഴുവനും കുശുമ്പായിരുന്നു, സത്യത്തിങ്കൽ പറഞ്ഞാല്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയുകയാണ്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അപ്പൻ പുറത്ത് വന്ന് ഈ മൂത്ത മകനോട് അപേക്ഷിച്ചു, നീ അകത്ത് വാടാ, എന്റെ മകനും നിന്റെ സഹോദരനുമാണ്. അവൻ അത് അനുവദിച്ചില്ല. അവന്റെ കോപം അതിന് അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ ഞാൻ പറയട്ടെ, അവൻ ഒരു പാപി മടങ്ങി വരുന്നത് സ്വർഗം സന്തോഷിക്കുമ്പോൾ. ഹല്ലേലൂയ. കാണാതെ പോയ ആടായിരുന്നു നമ്മൾ. ലോകപ്രകാരം ദോഷത്തിനും ആമേൻ ജീവിച്ചവരായിരുന്നു. കോപത്തിലും ക്രോധത്തിലും ദൈവഹിതം വിട്ട് ജീവിച്ചവരായിരുന്നു. ഹാലലുയ. മനുഷ്യകുലത്തിന് കൊള്ളരുതാത്തവരായിരുന്നു. ആമേൻ. പ്രാണപ്രിയനായ കർത്താവ് നമ്മെ സ്നേഹിച്ച മകൾ സ്നേഹ നിമിത്തം ഇന്ന് നാം മാന്യരും ഹാലലുയ എല്ലാവരുടെയും മുൻപിൽ യോഗ്യതയുള്ളവരുമായി തീർന്നു. നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. കർത്താവാണ് ഇതിന്റെ വില. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ, നമുക്കൊരു അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് അർഹത തന്നുവെങ്കിൽ നാം അവനോടുകൂടി സന്തോഷിക്കണം. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം തന്നെ 27-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ നാൾ അവന്റെ അടുക്കൽ പാർക്ക. സഹോദരന്റെ ക്രോധം ശമിക്കുവോളം കുറെ കാലം അവിടെ അവന്റെ അടുക്കൽ പാർക്ക. ഇത് നമുക്കറിയാം. ഏശാവ് യാക്കോബിനോട് കോപിച്ചു. യാക്കോബ് അപ്പനെ കബളിപ്പിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹം മുഴുവൻ തട്ടിയെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഏശാവിനെ കളിപ്പിച്ച് ചുമന്ന പായസം കുടിച്ചു. ജ്യേഷ്ഠാവകാശം അവനിൽ നിന്നും ഹല്ലേലൂയ ഇവൻ ഇച്ചിരി ഒരു ഗ്ലാസ് ചുമന്ന പായസം കൊടുത്തു. ആമേൻ. ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം ഈ യാക്കോബ് തട്ടിയെടുത്തു. ഹല്ലേലൂയ. ഈ മുഴുവൻ ഉഡായിപ്പുകളും കാണിച്ചു. ഞാൻ പറയട്ടെ, ഇതെല്ലാം കാണിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഏശാവിന് യാക്കോബിനോട് ദേഷ്യമുണ്ടായതെങ്കിലും യാക്കോബിനെ ദൈവം കണ്ടിരുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ആത്മീയ ഔന്നത്യം നമ്മുടെ പാരമ്പര്യം കൊണ്ടൊന്നും അവകാശപ്പെടാൻ നമുക്ക് അവകാശമില്ല ദൈവമക്കളെ. ഇവിടെ മൂത്തവൻ ഏശാവാണെങ്കിലും യാക്കോബിനാണ് ദൈവം അനുഗ്രഹം വെച്ചിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന അനുഭവത്തിൽ ഏശാവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ അവന്റെ പിതാമഹനായ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു, വിശ്വാസികളുടെ പിതാവായിരുന്നു. ആമേൻ. ഏശാവിന്റെ പിതാവ് ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിച്ചവനായിരുന്നു. എന്നാൽ ഏശാവിന് അവകാശപ്പെടുവാൻ ആമേൻ ഈ പാരമ്പര്യമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്റെ ജഡീകമായുള്ള അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തിനായി അവൻ തന്റെ ജ്യേഷ്ഠാവകാശം നിസാരമാക്കി വിറ്റുകളഞ്ഞു എന്ന് മാത്രമല്ല, അവൻ ഹിത്യ സ്ത്രീകളെ വിവാഹം ചെയ്ത് തന്റെ മാതാപിതാക്കൾക്ക് മനോവ്യസനമുണ്ടാക്കുകയും ഹല്ലേലൂയ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്തു. അവനത് ന്യായമായി ലഭിക്കേണ്ടിയ അനുഗ്രഹം അവൻ തന്നെ നഷ്ടമാക്കി. ഹല്ലേലൂയ. ശിഷ്ടമുള്ള അവന്റെ ആയുസ്, അവൻ അവകാശപ്പെടുവാനുണ്ടായിരുന്ന അവന്റെ പിതൃപാരമ്പര്യം മാത്രമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയവന് കോപമുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം അവകാശം നഷ്ടപ്പെടുത്തിയിട്ട് നാം മറ്റുള്ളവരോട് കോപിച്ചിട്ട് കാര്യമില്ല. യാക്കോബ് കബളിപ്പിച്ച്, നമുക്ക് കാരണങ്ങളൊക്കെ പറയുവാൻ കാണും, ഒത്തിരി കാര്യങ്ങൾ കാണും. എന്നാൽ മറ്റുള്ളവരുടെ ന്യായം കൂടി നാം നോക്കിയില്ല എങ്കിൽ ദൈവമക്കളെ, അവിടെ നമുക്ക് ഒരിക്കലും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ആമേൻ ജയം കൽപ്പിക്കുവാൻ സാധ്യമാകത്തില്ല. മാത്രമല്ല, നമ്മൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ശൗലിന്
ദാവീദിനോട് തോന്നിയ കോപം, അതിന്റെ പരിണത ഫലം 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉസിയ രാജാവ് തന്റെ ജീവിതത്തിൽ അവൻ അനുതപിക്കേണ്ടതിന് പകരം ആ സ്ഥാനത്ത് അവന് കോപമാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ഈ കോപിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 18 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് മുൻകോപം കാരണമുണ്ടായ ദോഷഫലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുൻകോപം, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യവും 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുൻകോപം ഭോഷത്വ ലക്ഷണമാണ്. അത് രക്തച്ചൊരിച്ചിലിന് കാരണമാക്കും. അത് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് രക്തച്ചൊരിച്ചിലിൽ കൊണ്ടെത്തിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, നാം ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നാം കോപാപാത്രങ്ങളും ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിൽ നടന്ന ജീവന്തം നയിച്ചവരുമാകിയാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നാം ദൈവഹിതത്തിനായി നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഒരു വേദഭാഗം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 24-ാം വേദഭാഗവും വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വേദഭാഗം. നാം എല്ലാവരും മുമ്പ് നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ പോലെ സ്വഭാവത്താൽ കോപത്തിന്റെ മക്കളായി തീർന്നു. എങ്ങനെയാ? ജഡ സ്വഭാവം നമ്മെ ഭരിച്ചു. ജഡത്തിന്റെയും മനസ്സിന്റെയും ഇഷ്ടം ചെയ്തുകൊണ്ട് മറ്റു മനുഷ്യരെ പോലെ നാം ജീവിച്ചത് കൊണ്ട് നാം എങ്ങനെയായി തീർന്നു? മറ്റുള്ളവരെ പോലെ സ്വാഭാവികമായി കോപത്തിന്റെ മക്കളായി തീർന്നു. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ഇന്ന് പകൽക്കാലം സ്വഭാവത്താൽ കോപത്തിന്റെ മക്കളായി തീർന്ന എന്നെയും നിങ്ങളെയും ദൈവിക നിർണയപ്രകാരം അവൻ സ്നേഹിച്ചു. അവന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിച്ചു എങ്കിൽ ദൈവമക്കളെ, ഈ കോപത്തിന് പാത്രീഭൂതരായി തീർന്നിരുന്ന നമുക്ക് വിടുതൽ നൽകുവാൻ ഈ ലോകപ്രകാരം കൃപയാൽ വിശ്വാസം മൂലം ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ, ഈ കോപത്തിൽ നിന്ന് വിമുക്തി പ്രാപിക്കുവാൻ സ്വർഗം നമ്മെ ഇടയാക്കിയല്ലോ. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. റോമാലേഖനം 9:24. ഹല്ലേലൂയ. അതിന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്തേ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാൻ ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്തേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം കോപാപാത്രങ്ങളായിരുന്നു. എന്നാൽ തന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുത്തി നാശയോഗ്യരായ കോപാപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ നമ്മുടെ കർത്താവ് സഹിച്ചുവെങ്കിൽ നമ്മെ കരുണാപാത്രങ്ങളാക്കി മാറ്റുവാൻ, നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയെങ്കിൽ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് അവൻ വിളിച്ചവരോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാം ജാതികളായിരുന്നു, കരുണ ലഭിക്കാത്തവർ, യോഗ്യതയില്ലാത്തവർ, ദൈവഹിതം വിട്ട് ഉഴന്നു നടന്നവർ. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യത നൽകി നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, ഹല്ലേലൂയ, നമ്മെ യോഗ്യരാക്കി തീർത്തല്ലോ. ഇന്ന് ഈ പകൽക്കാലത്തിങ്കൽ വിശുദ്ധിക്ക് വില കൊടുക്കുവാൻ
നമ്മുടെ സ്വഭാവങ്ങളെ കുഴിച്ചിടുവാൻ, ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളെ കുഴിച്ചിടുവാൻ. ആമേൻ. നാം വായിച്ച 8-ാം വാക്യത്തിൽ കോപം, ക്രോധം, പക ഇവയെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കോപത്തെ കുറിച്ച് എടുത്തു പറയുന്നത്. ഹല്ലേലൂയ. നമ്മള് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഈ കാര്യങ്ങൾ നിമിത്തം ദൈവകോപം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ വരുന്നു. ഏത് കാര്യങ്ങൾ നിമിത്തം? ആമേൻ. ഉരിഞ്ഞു കളയേണ്ടിയവ ഉരിഞ്ഞു കളയാതെ, വിട്ടുകളയേണ്ടിയവ വിട്ടുകളയാതെ ജീവിക്കുന്നതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇവയെല്ലാം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് വിശുദ്ധിയുടെ ഹല്ലേലൂയ ആമേൻ അനുഭവത്തിൽ ദൈവകോപം നമ്മുടെ മേൽ നിന്ന് നീക്കപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയുടെയും വിശുദ്ധിയുടെയും പ്രതിഫലനമായി ഹല്ലേലൂയ നമ്മുടെ ജീവിതം ആമേൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. 7-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 1:18 കൊലോസ്യ ലേഖനം 3:16 ദൈവാത്മാവ് ഇങ്ങനെ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. റോമാലേഖനം 1:18, റോമാലേഖനം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഒഴിഞ്ഞു നിൽക്കണം. അവയെ നാം എന്ത് ചെയ്യണം? നമ്മളിൽ നിന്ന് ആമേൻ ഉരിഞ്ഞു കളയണം ദൈവമക്കളെ. ആമേൻ. കോപവും ക്രോധവും ആമേൻ പരദൂഷണവും ഒക്കെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയണം. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യർ 3:6 അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ കാര്യങ്ങൾ നിമിത്തം ദൈവകോപം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ വരികയാണ്. എന്താ? ജീവിതത്തിൽ ആമേൻ ദൈവഹിതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഹല്ലേലൂയ നാം ഏർപ്പെടുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയുവാൻ സാധ്യത ആമേൻ സാധ്യമല്ലാതെ ആമേൻ ആയിരുന്ന സമയത്ത് ആമേൻ യോഗ്യതയില്ലാത്തവർക്ക് മനുഷ്യന്റെ അനീതി നിറഞ്ഞ അനുഭവത്തിൽ അവർക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയുകയാണ്, നാം കഴിഞ്ഞ നാളുകളിൽ ദൈവഹിതമല്ലാതിരുന്ന ചെയ്ത സകല പ്രവർത്തനങ്ങളെയും വിട്ടിട്ട് ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, പാപത്തിനെതിരെ ഹല്ലേലൂയ നാം പോരാടണം. പ്രാണത്യാഗത്തോളം അതിനെ സഹിച്ചു നിൽക്കുവാൻ ഇടയാകണം. പലപ്പോഴും പാപം നമ്മുടെ വാതിക്കൽ നിൽക്കുകയാണ്. അതിന് നമ്മോടാവുന്നു ആഗ്രഹം. അതുകൊണ്ട് അതിന്റെ മേൽ ജയമെടുക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അതുകൊണ്ട് എന്ത് ചെയ്യണം? ആമേൻ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, പാപത്തിനും അനീതിക്കുമെതിരെ ചില ഭക്തന്മാർ കോപിച്ചിട്ടുണ്ട്. കോപിക്കുന്നത് പാപമാണെങ്കിലും പാപത്തിനെതിരായുള്ള കോപം ഹല്ലേലൂയ പാപമല്ല. പാപത്തിനെതിരായുള്ള കോപം, പാപത്തിനെതിരായുള്ള കോപം പാപമല്ല. പാപത്തോട് എതിർക്കണം. ദൈവകോപത്തെ ശമിപ്പിക്കുവാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, പുത്രനെ ചുംബിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചു കൊള്ളട്ടെ. 2, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106-ാം അധ്യായം 23-ാമത്തെ വാക്യം ആമേൻ ഇങ്ങനെ പറയുന്നു, ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. അവന്റെ വൃദ്ധനായ മോശ കോപത്തെ ശമിപ്പിക്കുവാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ജനത്തിന് വേണ്ടി നശിപ്പിക്കാതിരിപ്പാൻ മോശ പാറയുടെ പിളർപ്പിൽ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ കൊണ്ടമിടയായി. ദൈവമക്കളെ, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു സ്വർഗസ്ഥ യേശു കർത്താവ് പിതാവിന്റെ മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ 5 മാർഗങ്ങളുണ്ട്. ഞാനതുകൂടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം, മൃദുവായ ഉത്തരം ക്രോധത്തെ ശ്രമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജലിപ്പിക്കുന്നു. ഹല്ലേലൂയ. 1, മൃദുവായ ഉത്തരം. ഹല്ലേലൂയ. മൃദുവായ ഉത്തരം. ശാന്തമായിട്ട് ആരോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നോ
ശാന്തമായിട്ട് കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഇടയാകരുത്. ശാന്തതയോടെ സംസാരിക്കണം. ആമേൻ. അവിടെ കോപം, ആമേൻ, കോപം, ഹല്ലേലൂയ, ക്ഷമിക്കപ്പെടുവാൻ, ആ കോപം ശമിക്കുവാൻ ഇടയാകും. 2 വായിച്ചാട്ടെ, 15-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശ്രമിപ്പിക്കുന്നു. കോപമുള്ളവനോ എന്ത് ചെയ്യുന്നു? കലഹം ഉണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശ്രമിപ്പിക്കുന്നു. അപ്പോൾ ക്രോധം കലഹം ഉണ്ടാക്കുക, കോപം കലഹമുണ്ടാക്കുക. ഒന്ന് പുഞ്ചിരിച്ചോണ്ട് വീട്ടിലോട്ട് കയറി വന്നാലോ? നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ നടുവിൽ ഒന്ന് പുഞ്ചിരിച്ചാലോ? ശാന്തമായ നിലയിൽ കോപിച്ച് വരുന്നവരുടെ മുൻപിൽ ഒന്ന് ഒരു പുഞ്ചിരിയോടുകൂടി നിന്നേ പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കലഹം ഒഴിവാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാ ഇവിടെ ശലോമോൻ പറഞ്ഞത്, ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു, ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ഷമയാണ് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. രഹസ്യത്തിൽ നൽകുന്ന സമ്മാനം കോപത്തെയും മടിയിൽ കൊണ്ടുവരുന്ന കൈക്കൂലി ഉഗ്രകോപത്തെയും ശമിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഹസ്യത്തിൽ നൽകുന്ന സമ്മാനം. അപ്പോ കോപിച്ച് വരുന്നവർക്ക് ചെറിയ ആമേൻ ഒരു സഹായം, ഒരു സമ്മാനം ഒക്കെ കൊടുത്താൽ മതി, അവിടെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് സംഭവം? ജ്ഞാനത്തോടു കൂടിയ പെരുമാറ്റം ആണ് കോപത്തെ ശമിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. 2 ദീർഘക്ഷമ കോപത്തെ ശമിപ്പിക്കുന്നു. 3 ജ്ഞാനത്തോടു കൂടിയുള്ള പെരുമാറ്റം കോപത്തെ ശമിപ്പിക്കുന്നു. 4 ഹല്ലേലൂയ, രഹസ്യദാനം കോപത്തെ ശമിപ്പിക്കുന്നു. 21-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നു. ഹല്ലേലൂയ, രഹസ്യ സമ്മാനം കോപത്തെ, രഹസ്യദാനം. ഹല്ലേലൂയ. 5-ാമതായിട്ട് ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 124-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദിവ്യ സഹായം. ഹല്ലേലൂയ. 124-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിഴുങ്ങിക്കളയുവാൻ വരുന്നവരുടെ മുൻപിൽ ദൈവം നമ്മെ വിടുവിക്കുക, ദിവ്യ സഹായവുമായി എത്തും. അതുകൊണ്ട് മൃദുവായ ഉത്തരവും ദീർഘക്ഷമയും ജ്ഞാനത്തോടു കൂടിയ പെരുമാറ്റവും രഹസ്യദാനങ്ങളും ദിവ്യ സഹായവും ഒക്കെ ദൈവം നൽകി ഈ കോപത്തിൽ നിന്നും ഹല്ലേലൂയ കോപത്തെ ശമിപ്പിക്കുവാൻ ദാമൻ ഇവിടെ നമുക്ക് ദൈവം തമ്പുരാൻ ബുദ്ധി ഉപദേശിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. ഹല്ലേലൂയ. കോപം നമുക്ക് വിദ്വേഷ മനോഭാവം ഉണ്ടാക്കുന്നു. ക്രോധം ഹല്ലേലൂയ കോപവികാരത്തിന്റെ പെട്ടെന്നുള്ള ഒരു പ്രകടനമായി മാറ്റുമ്പോൾ, ഈർഷ്യ നമ്മള് വായിച്ചല്ലോ ഇതിന്റെ അകത്തെ, കോപം, ക്രോധം, പല കാര്യങ്ങൾ. ഹല്ലേലൂയ. എന്താണ്? വായിക്കട്ടെ. സ്തോത്രം. 8-ാം വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, പക, പരദൂഷണം, അസഭ്യ സംസാരം ഇവയെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് നീക്കിക്കളവിൻ. ഹല്ലേലൂയ. കോപം എന്തുണ്ടാക്കുന്നു? വിദ്വേഷ മനോഭാവം ഉണ്ടാക്കുകയാണ്. 2-ാമതായിട്ട് ക്രോധം എന്തുണ്ടാക്കുന്നു? കോപ വികാരത്തിന്റെ പെട്ടെന്നുള്ള ഒരു പ്രകടനമാണ്. അതുകൊണ്ട് ക്രോധം നമ്മളിൽ, ഹല്ലേലൂയ, കോപമുണ്ടാകുമ്പോൾ അത് വികാരമായി പുറത്തു വരികയാണ്. ഈർഷ്യ എന്താണ്? മറ്റുള്ളവർക്ക് ഹാനികരമായ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ആമൻ നാശനഷ്ടം വരുത്തുവാൻ, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, ആമൻ നിന്ദിക്കുവാൻ ഒക്കെ ചെയ്യുവാനുള്ള ഒരു തീരുമാനമാണ് ഈർഷ്യ നമ്മളിൽ ഉളവാക്കുന്നത്. മാത്രമല്ല ദുർഭാഷണം, ഹല്ലേലൂയ, അത് ഹല്ലേലൂയ മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു സംഭാഷണമാ ഇന്ന് പലരുടെയും ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ദൈവാത്മാവ് പറയുന്നു അത് മാറ്റിയെടുക്കണം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് നമ്മൾ കോപം, 2 ക്രോധം, 3 ഈർഷ്യ, മറ്റുള്ളവർക്ക് ഹാനികരമായി ചെയ്യുവാനുള്ള ആമേൻ നമ്മുടെ ഹൃദയത്തിന്റെ തീരുമാനമാണ്.
നാലാമതായിട്ട് ദൂഷണം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സൽപ്പേരിനെ കളങ്കം വരുത്തുവാനുള്ള സംഭാഷണമാണ് ദൂഷണം എന്നുള്ളത്. അടുത്തത് ദുർഭാഷണം. അഞ്ചാമതായിട്ട് ഹീനവും മോശവുമായുള്ള സംഭാഷണമാണ് ദുർഭാഷണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൂഷണവും ദുർഭാഷണവും നാവിനാൽ ചെയ്യുന്ന പാപങ്ങളാണ്. അതിനെതിരെ ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 39-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ കടിഞ്ഞാണിട്ട് ഹല്ലേലൂയ സൂക്ഷിക്കും, ഹല്ലേലൂയ കാക്കും. ഇതൊരു തീരുമാനമായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ദൈവമക്കളെ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപയോട് കൂടിയതും ആത്മീയ വർധനവിന് ഉതകുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ ഇടവരട്ടെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നെ അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായി മാറട്ടെ. ഓരോരുത്തരോടും എങ്ങനെ പറയണമെന്ന് നാം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കണം. അത് കൃപയോടുകൂടി പറഞ്ഞില്ല എങ്കിൽ ഹല്ലേലൂയ, ഉപ്പില്ലാത്ത കറി, ഉപ്പില്ലാത്ത ഭക്ഷണം രുചിയില്ലാത്തതാ എന്ന് പറഞ്ഞതുപോലെ കൃപയോടുകൂടിയ വാക്ക് ആമേൻ അത് രുചി ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, എത്ര കോപിച്ചു വരുന്നവരുടെ മുൻപിലും ഹല്ലേലൂയ നമ്മൾ വളരെ ശാന്തതയോടുകൂടി ആയിരുന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവകൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിപ്പിക്കുന്നതുമായ വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയാകണം. ആത്മീയ വർധനവിന് ഉതകാത്ത യാതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയണം. നമുക്ക് ഒരു പക്ഷിയെ കാണുമ്പോൾ, തത്ത കരയുമ്പോൾ അത് തത്തയാണെന്നും കാക്ക കരയുമ്പോൾ കാക്കയാണെന്നും അറിയാം. സ്വരം കൊണ്ടാണ് അതിനെ തിരിച്ചറിയുന്നത്. ഇതേപോലെ തന്നെ ദൈവമക്കളെ, നമ്മുടെ സംസാരത്തിൽ മനുഷ്യനെ സംസാരം കൊണ്ട് തിരിച്ചറിയാം. അവന്റെ സംസാര രീതി കൊണ്ട് അവനെ ആത്മീയനോ അനാത്മീയനോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 34-35 വാക്യങ്ങൾ കൂടി നമുക്ക് അതിവേഗം വായിക്കാം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ട മനുഷ്യൻ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലുള്ളതേ പുറത്തു വരത്തുള്ളൂ. ആമേൻ. ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ സംസാരം കൊണ്ട് അവനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. എങ്ങനെയുള്ളവൻ? ഇന്ന് പോക്ഷത്വം വിളിച്ചു പറയുന്ന ആമേൻ, പൊട്ടച്ചൊല്ല് കളിവാക്ക് പറയുന്ന ഹല്ലേലൂയ ആമേൻ ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവരുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. ഒരു പക്ഷി അതിന്റെ സ്വരം കൊണ്ട് തിരിച്ചറിയുന്നത് പോലെ ആമേൻ ദൈവമക്കളെ അവരുടെ സംസാരത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ നാം വളരെയധികമായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ ആമേൻ. ഈ പറഞ്ഞ സ്വഭാവങ്ങളെ നമ്മൾ ആമേൻ കോപത്തെയും ക്രോധത്തെയും ഈർഷ്യയെയും ദൂഷണത്തെയും ദുർസ്വഭാവത്തെയും ഒക്കെ പാടെ നാം പരിത്യജിക്കണം ദൈവമക്കളെ. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോടെ മറക്കുന്നു. അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അധികാരത്തോട് മറക്കാതെ എല്ലാം ദൈവഹിത പ്രകാരമാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് ദൈവവചനത്തിൽ അധിഷ്ഠിതമാവണ്ണം ജീവിച്ച് കോപത്തെയും ക്രോധത്തെയും എല്ലാ കയ്പും എല്ലാ കോപവും എല്ലാ ക്രോധവും എല്ലാ കുറ്റാരവും എല്ലാ ദൂഷണവും സകല ദുർഭാഷണവും ആമേൻ നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ ഇടയാകണം. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, പക, പരദൂഷണം, അസഭ്യ സംസാരം ഇവയെല്ലാം നിങ്ങളുടെ വായിൽ നിന്ന് നീക്കിക്കളയുവീൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അരുതാത്ത സ്വഭാവങ്ങളെ, അരുതാത്ത എന്റെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിയന്ത്രണമാവണം ഒരു ജീവിതം നയിക്കാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം 9-ാം വാക്യം ചിന്തിക്കാം. വളരെ ആഴമേറിയ ഭാഗങ്ങളാണ് ചിന്തിപ്പാനുള്ളത്. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ തിരുവചനം അനുഗ്രഹമായി മാറിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുത്. അപ്പോൾ തന്നെ നിങ്ങൾ ഈ വചനദീപ്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ദിനവും ഇടുന്ന ഈ ഓരോ ക്ലാസ്സുകൾ ലഭിക്കുവാൻ ഇടയാകും. അതിനടുത്ത് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് തന്നെ ഒരു ബെൽ ചിഹ്നമുണ്ട്, ബെൽ ഐക്കൺ ഉണ്ട്. അത് ഒന്ന് ടച്ച് ചെയ്താൽ ഞാൻ ഇടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇന്ന് പകൽക്കാലം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരണം കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ, യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ കമന്റ് ആയിട്ട് നിങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. അതെനിക്കും സന്തോഷമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ഈ ക്ലാസ്സിൽ ഇത്രയും സമയം ആമേൻ ആയിരുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. തുടർന്നും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസേനയിൽ കടന്നു വരാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ് വരെയും ദൈവം നമ്മളെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരുമിച്ച് കാണും വരെയും ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. God bless you all.